ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അലോവേര നൈറ്റ് ജെല്ലാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ ഡേ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ആകെ 3 ചേരുവകൾ മാത്രമാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ വരും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത്, ഇതിനു വേണ്ടി 1 ടീസ്പൂൺ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടൊന്നുമില്ല. ഒരുപാട് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. ഇത് വളരെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി, ഒരു 2-3 ദിവസത്തിന്. അടുത്തതായി ഇതിൽ ചേർക്കാൻ പോകുന്നത് ഒരു വൈറ്റമിൻ ഇ ഓയിലാണ്. 1 എടുത്താൽ മതി. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. വൈറ്റമിൻ ഇ ഓയിൽ ചേർത്താൽ പെട്ടെന്ന് ക്രീമുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതായി കാണുന്നില്ലേ? ഇത് പച്ച കളറ് അലോവേര ജെല്ലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്താണ് വീഡിയോ കാണിക്കാൻ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള വൈറ്റ് കളർ അലോവേര ജെല്ല് വാങ്ങിച്ചാൽ മതി, അതാണ് കൂടുതൽ നല്ലത്, പ്യുവറായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന നല്ല ഒരു മോയ്സ്ചറാണ്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ഫ്രഷ് ജെല്ലായി എടുക്കുക. രാത്രിയിൽ മുഖം നന്നായി കഴുകിയ ശേഷം ചെറിയ അളവിൽ ഈ ജെൽ മുഖത്തും കഴുത്തിലും പുരട്ടിയ ശേഷം സാവധാനം മസാജ് ചെയ്യുക. ഇതുപോലെ കയ്യിൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ കഴുത്തിൽ സാവധാനം ഒരു 30 സെക്കൻഡ് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫേസ് കഴുകി വൃത്തിയാക്കാം. ഈ ഡേ ചർമ്മത്തിന് നല്ല മോയ്സ്ചറൈസ് നൽകാൻ സഹായിച്ചേക്കാം. രാവിലെ മുഖം കൂടുതൽ സോഫ്റ്റും ഫ്രഷുമായതായി പലർക്കും അനുഭവപ്പെടും. എന്നാൽ എല്ലാവരുടെയും ചർമ്മം വ്യത്യസ്തമായതിനാൽ റിസൾട്ട് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. പുതിയതായി ഉപയോഗിക്കുന്നവർ കൈയിനടിയിലോ ഉള്ളം കൈയിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം യൂസ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള നാച്ചുറൽ സ്കിൻ കെയർ ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കേ.